ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അതി നിഖമതിക വജമീഇ സഖത്വിക. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും, നിന്റെ സൗഖ്യം ഇല്ലാതാകുന്നതിൽ നിന്നും, നിന്റെ ശിക്ഷ പെട്ടെന്ന് ഇറങ്ങുന്നതിൽ നിന്നും, നിന്റെ എല്ലാത്തരം കോപങ്ങളിൽ നിന്നും. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത വളരെ പ്രാധാന്യമേറിയ ഒരു ഹദീസാണ് ഇത്. ഈ ഹദീസിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ 4 കാര്യങ്ങളിൽ നിന്നാണ് രക്ഷ തേടുന്നത്, അഭയം തേടുന്നത്. അതിലൊന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പിൻബലത്തിലാണ് നാം ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നീങ്ങിപ്പോകുന്നതോടെ നാം വലിയ പ്രയാസങ്ങളിലാണ് അകപ്പെടുക. അവൻ്റെ അനുഗ്രഹം നിരന്തരം ഉണ്ടാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് പോലെ അത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഈ പ്രാർത്ഥനയിലൂടെ, ഈ ശരണാർത്ഥനയിലൂടെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയത് വതഹവ്വുലി ആഫിയതിക, സൗഖ്യം ഇല്ലാതാകുന്നതിൽ നിന്നാണ്. നമ്മുടെ എല്ലാത്തരം സൗഖ്യങ്ങളും അള്ളാഹു നൽകിയ ദാനങ്ങളാണ്. സൗഖ്യങ്ങൾ ഇല്ലാതായാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണ് ഓരോരുത്തരും എത്തുക. അള്ളാഹു നൽകിയ സൗഖ്യം അവൻ്റെ ദാനമാണ് എന്നതോടൊപ്പം അത് നിലനിർത്തേണ്ടതും അവൻ തന്നെയാണ്. അത് നിലനിർത്താൻ അവനോട് പ്രാർത്ഥിക്കുക, അത് നീങ്ങിപ്പോകാതിരിക്കാനും അവനോട് നിരന്തരം തേടുക. അതാണ് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത് രക്ഷ തേടുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന് ഇറങ്ങുന്നതിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയാൽ അതോടെ എല്ലാം കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല, അള്ളാഹുവിൻ്റെ രക്ഷയാണ് നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അള്ളാഹു ശിക്ഷിച്ച ഒരുപാട് ജനതതികളുടെ, സമുദായങ്ങളുടെ കഥ വിശുദ്ധ ഖുർആനിലുണ്ട്. അവരെല്ലാം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. വിനാശത്തിൻ്റെ പടുകുഴിയിൽ പതിക്കാതിരിക്കാൻ അള്ളാഹുവോട് നിരന്തരമായി ശരണം തേടേണ്ടതുണ്ട്. വജമീഇ സഖതിക, അള്ളാഹുവിൻ്റെ എല്ലാത്തരം കോപങ്ങളിൽ നിന്നും രക്ഷ തേടുന്നു എന്നാണ് 4ാമത് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ കോപമല്ല ഇഷ്ടമാണ്, അതൃപ്തിയല്ല തൃപ്തിയാണ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അള്ളാഹു കോപിച്ചാൽ, അള്ളാഹു അതൃപ്തിപ്പെട്ടാൽ അവരുടെ കാര്യം കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക എന്നതോടൊപ്പം അവൻ്റെ കോപം വന്ന് പതിക്കാതിരിക്കാൻ നിരന്തരമായി വിശ്വാസികൾ എന്ന നിലക്ക് നാം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനകളാണ് പ്രവാചകൻ ഈ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാ സമയത്തും ഉണ്ടാകണം, അവൻ എല്ലാ സമയത്തും നമുക്ക് സൗഖ്യം നൽകണം, അവൻ്റെ രക്ഷ എപ്പോഴും ഉണ്ടാകണം, അവൻ എപ്പോഴും നമ്മെ ഇഷ്ടപ്പെടണം, തൃപ്തിപ്പെടണം. അതാണ് ഈ പ്രാർത്ഥനയുടെ മറുവശം എന്നത്. നിരന്തരമായി പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ തൃപ്തി നേടി അതുവഴി സ്വർഗത്തിലെത്താൻ നമുക്ക് സാധ്യമാകണം. ഈ പ്രാർത്ഥനകളെ പ്രചരിപ്പിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.